ബ്രില്യൻ്റ് ആൻഡ് ബ്രൂട്ടൽ മർഡർ. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത്. പാറശാല ഷാരോൺ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിയുടെ പരാമർശങ്ങൾ ഇങ്ങനെയായിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കോടതി മുറിയിൽ നിൽക്കുകയായിരുന്നു ഗ്രീഷ്മ. കേസിന്റെ വിചാരണയ്ക്കിടയിലും തെളിവെടുപ്പിനിടയിലും കുറ്റബോധത്തിന്റെ നിഴൽ പോലുമില്ലാത്ത അതേ ഭാവത്തിൽ തന്നെ. കേരളത്തിന് ഇന്നേ വരെ പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു കൊലപാതകം. പ്രണയത്തിൽ വിഷം ചാലിച്ച ഷാരോൺ എന്ന 23-കാരനെ കൊന്നുകളയാൻ ഒരുക്കിയത് സസ്പെൻസ് ത്രില്ലറുകളെ പോലും വെല്ലുന്ന തിരക്കഥ. ഒടുവിൽ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു കോടതി. പ്രണയവും പകയും ഒപ്പം അന്ധവിശ്വാസവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഷാരോൺ വധക്കേസിന്റെ നാൾവഴികളിലേക്ക്. വർഷം 2021. കേരള അതിർത്തിക്കപ്പുറത്ത് അടുത്തടുത്തായുള്ള കോളേജുകളിലായിരുന്നു ഷാരോണിന്റെയും ഗ്രീഷ്മയുടെയും പഠനം. ഒരേ ബസ്സിൽ തുടങ്ങിയ യാത്ര ജീവിതത്തിലും തുടരാൻ അധിക നാൾ വേണ്ടി വന്നില്ല. മുസ്ലിം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് പോകാൻ അഴകിയ മണ്ഡപത്ത് ഗ്രീഷ്മയുടെ ബസ് എത്തുമ്പോൾ ഷാരോണും കൂടെ ഇറങ്ങും. ബസ് സ്റ്റാൻഡിൽ ഗ്രീഷ്മയ്ക്കൊപ്പം സമയം ചെലവിട്ട ശേഷം ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലേക്കുള്ള ബസ് കയറും. ആദ്യം സൗഹൃദത്തിലൊതുങ്ങിയ ആ പ്രണയം അങ്ങനെ വളർന്നു. എല്ലാ കമിതാക്കളെയും പോലെ പലയിടങ്ങളിലും യാത്ര ചെയ്തു. രാവുറങ്ങുവോളം സംസാരങ്ങൾ നീണ്ടു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഷാരോണിന് ഗ്രീഷ്മ ജീവനേക്കാൾ പ്രിയപ്പെട്ടവളായി. ഗ്രീഷ്മ എന്ന പേര് ഷാരോണിന്റെ വീട്ടിലും സുപരിചിതമായി. മകന്റെ സ്നേഹം എതിർപ്പുകളൊന്നുമില്ലാതെ സ്വീകരിക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നു. അച്ഛനും അമ്മയും ജ്യേഷ്ഠനും മാത്രമുള്ള ഷാരോണിന്റെ വീട്ടിൽ ഗ്രീഷ്മയെയും അവർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഗ്രീഷ്മയുടെ വീട്ടിലും വിവരമറിഞ്ഞു. എന്നാൽ മറ്റൊരു മതത്തിലുള്ള ആളെന്ന അസ്വാരസ്യങ്ങൾ അവിടെ ഉയർന്നിരുന്നു. എങ്കിലും ആ പ്രണയം മുന്നോട്ട് പോയി. യാത്രകൾ തുടർന്നു. 1 വർഷം കഴിഞ്ഞു. ഒരുമിച്ചുള്ള വീഡിയോകളിലും ഫോട്ടോകളിലുമെല്ലാം ആ പ്രണയത്തിന്റെ ആഴം വ്യക്തമായിരുന്നു. ഷാരോണിനോടുള്ള ഗ്രീഷ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങൾ. പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഷാരോൺ അതിന് തയ്യാറായിരുന്നില്ല. പല വഴികളും നോക്കിയിട്ടും അവന്റെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടായില്ല. 2022 മാർച്ച് 4 ഗ്രീഷ്മയും ഒരു സൈനികനുമായുള്ള വിവാഹ നിശ്ചയം നടന്നു. ഇതിന്റെ പേരിൽ ഷാരോണുമായി വാക്കുതർക്കമുണ്ടായി. ഇരുവരും പിണങ്ങുകയും ചെയ്തു. എന്നാൽ ആ പിണക്കം അധികം നീണ്ടില്ല. 2022 മെയ് മുതൽ ഗ്രീഷ്മ വീണ്ടും ഷാരോണുമായി അടുപ്പത്തിലായി. നവംബറിൽ സ്വന്തം വീട്ടിൽ വെച്ച് ഷാരോൺ ഗ്രീഷ്മയെ താലി കെട്ടി. അവളുടെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. 2 മതാചാര പ്രകാരവും കല്യാണം വേണമെന്ന തീരുമാനത്തിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ചും താലി കെട്ട് നടന്നു. പ്രണയിനിയെ ജീവിത പങ്കാളിയെ കിട്ടിയ സന്തോഷത്തിലും ആനന്ദത്തിന്റെ പരകോടിയിലുമായിരുന്നു ഷാരോൺ. എന്നാൽ കണക്കുകൂട്ടി ഓരോ കരുക്കളും നീക്കുകയായിരുന്നു ഗ്രീഷ്മ. 5 തവണയാണ് ഷാരോണിന്റെ ജീവനെടുക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചത്. ഒടുവിലത് ലക്ഷ്യം കാണുകയും ചെയ്തു. അസ്വാഭാവിക മരണമെന്ന് പറഞ്ഞ് പോലീസ് എഴുതി തള്ളുമായിരുന്ന കേസിന്റെ ചുഴലഴിഞ്ഞപ്പോൾ കേരളത്തെ നടുക്കിയ കൊലപാതകമായി അത് മാറി. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ, പാഠ്യേതര വിഷയത്തിലും കഴിവ് തെളിയിച്ചവൾ. കൊടും ക്രിമിനലുകൾ ആസൂത്രണം ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഒരു യുവാവിനെ കൊന്നു തള്ളിയിരിക്കുന്നു. 2022 ഒക്ടോബർ 25 മുരിങ്ങര JP ഹൗസിൽ ജയരാജന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായ ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു. ജ്യൂസ് കുടിച്ചതിനെ തുടർന്ന് അവശ നിലയിലായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മകന്റെ മരണത്തിൽ കുടുംബത്തിനുണ്ടായ സംശയം സംഭവത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടുന്നു. ആ കുടുംബത്തിലെ ഇളയ മകനാണ് മരിച്ചത്. അത് വെറുമൊരു മരണമല്ല എന്നവർ അന്നേ ഉറപ്പിച്ചിരുന്നു. അതിനവർക്ക് കാരണങ്ങളും ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ സംശയമുന ആദ്യം നീണ്ടത് ഗ്രീഷ്മയിലേക്ക് തന്നെയായിരുന്നു. കാരണം ഷാരോൺ അവസാനം പോയത് അവളുടെ അടുത്തേക്കാണ്. അവിടുന്ന് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു ജ്യൂസ് അറിയാതെ കുടിച്ചെന്നായിരുന്നു അവൻ പറഞ്ഞത്. ഒരിക്കൽ പോലും അവളെക്കുറിച്ച് സംശയം തോന്നുന്ന ഒന്നും തന്നെ ഷാരോൺ പറഞ്ഞില്ല. എന്നിട്ടും ഷാരോൺ അവശനിലയിൽ കിടക്കുമ്പോൾ കുടുംബത്തിന്റെ ചോദ്യങ്ങളും അതിന് ഗ്രീഷ്മ നൽകിയ മറുപടിയും അവളെ സംശയത്തിന്റെ നിഴലിലാക്കി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിരപരാധിയെ ആവർത്തിച്ചും കരഞ്ഞും നെറ്റിയിലെ കുങ്കുമം കാട്ടിയും ഗ്രീഷ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം അധികം നീണ്ടില്ല. ഗ്രീഷ്മയുടേതായി പോലീസ് രേഖപ്പെടുത്തിയ ഓരോ മൊഴിയും പുറത്തു വന്നതോടെ ആ കൊടും ക്രൂരത ചുരുളഴിഞ്ഞു. ഒഴിവാക്കാൻ ഒരുപാട് ശ്രമിച്ചു. അവൻ പോയില്ല. പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു. ഗ്രീഷ്മ സമ്മതിച്ചു. കൊന്നത് തന്നെ. സൈനികനുമായുള്ള വിവാഹം അടുത്തു വരുന്നു. ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ആലോചനകൾ ഗ്രീഷ്മയുടെ തലയിൽ മുറുകിക്കൊണ്ടേയിരുന്നു. ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോത്സ്യൻ പ്രവചിച്ചതായി ഷാരോണിനെ അറിയിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. എത്ര ശ്രമിച്ചിട്ടും പ്രണയം ഉപേക്ഷിക്കാൻ ഷാരോൺ തയ്യാറാകുന്നില്ല എന്ന് കണ്ടതോടെ കൊന്നുകളയാൻ തീരുമാനിച്ചു. പക്ഷെ എങ്ങനെ? ഗ്രീഷ്മയുടെ ഗൂഗിൾ സെർച്ചുകൾ പാരസിറ്റമോൾ ഗുളികയുടെ അമിത ഉപയോഗത്തെക്കുറിച്ചും സ്ലോ പോയിസണുകളെക്കുറിച്ചും നീണ്ടു. പാരാസിറ്റമോൾ, ഡോളോ ഗുളികൾ പൊടിച്ച് വീട്ടിൽ വെച്ചുള്ള വെള്ളത്തിൽ കലർത്തി ബാഗിൽ സൂക്ഷിച്ചു. 2 ജ്യൂസുകൾ വാങ്ങി ഷാരോണിന്റെ കോളേജിലെത്തി. റിസപ്ഷൻ ഏരിയയിലെ ശുചിമുറിയിൽ വെച്ച് ഗുളികകൾ ചേർത്ത ലായനി ജ്യൂസ് കുപ്പിയിലേക്ക് ചേർത്തു. ജ്യൂസ് ചലഞ്ച് ചെയ്യാമെന്ന പേരിൽ മരുന്ന് നിറച്ച കുപ്പി അവന് നൽകി. എന്നാൽ കയ്പ് കാരണം ഷാരോൺ അത് തുപ്പിക്കളഞ്ഞു.
ആ പദ്ധതി പാളി. എന്നാൽ ഗ്രീഷ്മ പിന്മാറിയില്ല. 2022 ഒക്ടോബർ 13 വാട്സാപ്പ് ചാറ്റ് വഴി ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. 1 മണിക്കൂറിലേറെ നേരം ഗ്രീഷ്മ സംസാരിച്ചത് ലൈംഗിക കാര്യങ്ങൾ മാത്രമായിരുന്നു. ശാരീരിക ബന്ധം ആവശ്യപ്പെട്ടാണ് ഷാരോണിനോട് വരാൻ പറഞ്ഞത്. പിറ്റേ ദിവസം ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലെത്തി. അവിടെ വെച്ച് വീണ്ടും ഒരു ചലഞ്ച്, കഷായം കുടിക്കണം. കയ്പ് മാറാൻ ജ്യൂസും നൽകി. ഇത് കുടിച്ച് അവശനിലയിൽ പുറത്തേക്കിറങ്ങിയ ഷാരോൺ നിർത്താതെ ഛർദ്ദിക്കാൻ തുടങ്ങി. പച്ച നിറത്തിലൊരു ദ്രാവകം അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന കൂട്ടുകാരൻ റെജിനോടൊപ്പം ബൈക്കിൽ പോകവേ അവൾ ചതിച്ചുവെന്ന് ഷാരോൺ പറഞ്ഞു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം ഒക്ടോബർ 19 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഷാരോണിനെ മാറ്റി. വൃക്കകളുടെയും മറ്റ് ആന്തരികാവയവങ്ങളുടെയും പ്രവർത്തനം മോശമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷാരോൺ. 10 ദിവസത്തോളം വെള്ളം പോലും കുടിച്ചിറക്കാൻ അവനായില്ല. ഒക്ടോബർ 25 ഷാരോൺ മരിച്ചു. പാറശാല പോലീസിൽ നിന്ന് കേസ് അന്വേഷണം ജില്ലാ ക്രൈം ബ്രാഞ്ചിന് കൈമാറി. തെളിവുകൾ നിരത്തിയുള്ള ചോദ്യമുറകൾക്ക് പിന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗ്രീഷ്മ ഒക്ടോബർ 30 കുറ്റസമ്മതം നടത്തി. കഷായത്തിൽ പാരാക്വിറ്റ് എന്ന കീടനാശിനി കലർത്തി കൊന്നതാണ്. ഗ്രീഷ്മ കുടുങ്ങാൻ പ്രധാന കാരണം 2 പേരാണ്. ഒന്ന് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൻ. 2 ഷാരോണിന്റെ സുഹൃത്ത് റെജിൻ. വിഷം ഉള്ളിൽ ചെന്നാൽ പരിശോധനയിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ ഗ്രീഷ്മ ഗൂഗിൾ സെർച്ചിലൂടെയാണ് കീടനാശിനിയിലേക്ക് എത്തിപ്പെടുന്നത്. പാരാക്വിറ്റ് അകത്ത് ചെന്നാൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും സാവധാനമുള്ള മരണമായിരിക്കും സംഭവിക്കുക എന്നും മനസ്സിലായതോടെ അത് തന്നെ ഉറപ്പിച്ചു. എന്നാൽ ആന്തരികാവയവങ്ങളെ ബാധിക്കുമെന്ന കാര്യത്തിൽ അറിവുണ്ടായിരുന്നില്ല ഗ്രീഷ്മയ്ക്ക്. ഇവിടെയാണ് ഷിമോൻ ഗ്രീഷ്മയ്ക്ക് വില്ലനായി എത്തിയത്. കഷായം കുടിച്ച കാര്യം ഷാരോൺ സുഹൃത്ത് റെജിനോട് പറഞ്ഞിരുന്നു. വിവരമറിഞ്ഞ് ഏത് കഷായമാണെന്നറിയാൻ ഗ്രീഷ്മയെ വിളിച്ചെങ്കിലും ഉരുണ്ട് കളിച്ചു. സ്റ്റിക്കർ ഇളക്കി മാറ്റിയെന്നും എഴുതി തന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയെന്നുമൊക്കെ മറുപടി. കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കില്ലെന്ന് ഉറപ്പായിരുന്ന ഷിമോൺ കോൾ റെക്കോർഡിംഗ്സുകൾ അടക്കം പോലീസിന് നൽകി. ഇതോടെ കുരുക്കുമുറുകി. ഷാരോണിനെ കാത്ത് റെജിൻ പുറത്തു നിൽക്കുന്നുണ്ടെന്ന് അറിയാതെ പോയത് ഗ്രീഷ്മയ്ക്ക് തിരിച്ചടിയായി. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നതും അവശനാകുന്നതും ഈ കൂട്ടുകാരന്റെ മുന്നിൽ വെച്ചാണ്. റെജിനോട് ഷാരോൺ കഷായം കുടിച്ച കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 2022 ഒക്ടോബർ 31 ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് ലൈസോൾ കുടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഗ്രീഷ്മയെ ചികിത്സയിലിരിക്കെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ കാരണങ്ങൾ പലതുണ്ടായിരുന്നു ഗ്രീഷ്മയ്ക്ക് പറയാൻ. തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഷാരോൺ തിരികെ നൽകാതിരുന്നതിന്റെ വൈരാഗ്യമാണ് കൊല ചെയ്യാൻ കാരണമെന്ന വാദം പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. കാരണം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ നരകയാതന അനുഭവിക്കുമ്പോഴും ഗ്രീഷ്മയുടെ പേര് ഒരിക്കൽ പോലും ഷാരോൺ പറഞ്ഞിരുന്നില്ല. തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞ പോലെയുള്ള അവസ്ഥയിലായിരുന്നു ഷാരോൺ. ആന്തരികാവയവങ്ങൾ അഴുകിയ നിലയിലും. താൻ മരിച്ചു പോകുമെന്ന് ഉറപ്പിച്ച സമയം മാത്രമാണ് അവൻ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞത്. അപ്പോഴും ബാവ എന്ന് തന്നെയായിരുന്നു അവളെ വിളിച്ചതും. മജിസ്ട്രേറ്റിന് മുന്നിലും അച്ഛനോടും അവൻ ഗ്രീഷ്മ കഷായം നൽകിയ കാര്യം വെളിപ്പെടുത്തി. താൻ മരിച്ചു പോകുമെന്ന് അച്ഛൻ ജയരാജിനോട് ICUവിൽ കഴിയവേ ഷാരോൺ കരഞ്ഞു പറഞ്ഞിരുന്നു. എന്നാൽ ഈ കൃത്യം നടത്തിയത് ഗ്രീഷ്മ ഒറ്റയ്ക്കായിരുന്നു. അല്ല, അമ്മയും അമ്മാവനും പ്രതിപട്ടികയിൽ ചേർന്നു. ഷാരോണിനേക്കാൾ ഗ്രീഷ്മയുടെ കുടുംബം സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരാണ്. ഷാരോണിനെ വിവാഹം കഴിച്ചാൽ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ കുടുംബം കൂട്ടുനിന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ഷാരോൺ വന്ന സമയം ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മാവനും പുറത്തേക്ക് പോകുന്നത് സുഹൃത്ത് റെജിൻ കണ്ടതും വഴിത്തിരിവായി. ഗ്രീഷ്മയുടെ അമ്മ സിന്ധു 2ാം പ്രതിയും അമ്മാവൻ നിർമ്മലകുമാരൻ 3ാം പ്രതിയും. 2023 ജൂൺ 2 ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കുറ്റപത്രം റദ്ദാക്കണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയതോടെ രക്ഷപ്പെടാനുള്ള വഴികൾ ഓരോന്നായി അടഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഒക്ടോബർ 15 തുടങ്ങിയ വിചാരണ ഈ മാസം 3 അവസാനിച്ചത്. ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിൽ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. തെളിവ് നശിപ്പിക്കലാണ് നിർമ്മലകുമാരൻ നായർക്ക് മേലുള്ള കുറ്റം. കഷായക്കുപ്പി ഒളിപ്പിക്കാൻ അമ്മ സിന്ധു കൂട്ടുനിന്ന വാദം തെളിയിക്കാനായില്ല. ഷാരോണിനെ എന്തിനാണ് കൊന്നതെന്ന ചോദ്യത്തിന് ഗ്രീഷ്മ പറഞ്ഞ വാക്കുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർത്തെടുക്കുന്നുണ്ട്. ഒഴിവാക്കാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. പിന്നെ കൊല്ലുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ശിക്ഷ കിട്ടുമെന്നറിയാം. കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും. ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം. ഈ മറുപടി ഒരു കറകളഞ്ഞ കുറ്റവാളിയെ പോലെ വ്യക്തമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഷാരോണിനെ കൊന്നതാണെന്ന് തെളിഞ്ഞതോടെ ഗ്രീഷ്മയ്ക്ക് നിയമം കരുതി വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണെന്ന് കേരളം ഉറ്റുനോക്കിയിരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ശിക്ഷ അവൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഷാരോണിന്റെ പിതാവിന്റെ വാക്കുകൾ നീതിപീഠത്തിലേക്ക് എത്തി. മലയാളികളുടെ നിത്യവർത്തമാനത്തിൽ വരെ നിറഞ്ഞ ആ കേസിന്റെ വിധി വന്നു. ഒടുവിൽ തൂക്കുകയർ.
വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ. കേരളത്തിൽ വധശിക്ഷ ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയും. വളരെ വ്യക്തവും ശക്തവുമായിരുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ ജഡ്ജി AM ബഷീറിന്റെ വിധിന്യായം. ഷാരോണിന്റെ കുടുംബത്തെയും കോടതിക്കുള്ളിൽ വിളിച്ചു വരുത്തിയായിരുന്നു വിധി പ്രസ്താവം. വിവാഹമുറപ്പിച്ച ശേഷം ഗ്രീഷ്മയ്ക്ക് മറ്റ് ബന്ധങ്ങളുണ്ടായിരുന്നു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമായതിനാൽ പ്രായത്തിന്റെ ഒരിളവും പ്രതിക്ക് നൽകാനാവില്ല. ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നു. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹബന്ധം തുടരുമ്പോഴും കൊലപാതകത്തിന് ശ്രമിച്ചു. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളുന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത്. ഷാരോൺ അന്ധമായി ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു. ഷാരോൺ അനുഭവിച്ച വേദന ചെറുതായിരുന്നില്ല. ബ്രൂട്ടൽ ആൻഡ് ബ്രില്യൻ മർഡർ, ഇതായിരുന്നു കോടതിയുടെ വാക്കുകൾ. വിധി കേട്ട് യാതൊരു കൂസലുമില്ലാതെ ഗ്രീഷ്മ കോടതി വളപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാരോണിന്റെ മാതാപിതാക്കളും. വാക്കുകൾക്കായി പൊതിഞ്ഞ മാധ്യമപ്രവർത്തകരോട് അവർ വിളിച്ചു പറഞ്ഞു, ദൈവം ന്യായാധിപന്റെ രൂപത്തിൽ വന്നു, എൻ്റെ മകന് നീതി കിട്ടി.